ഖമനയുടെ കല്ലറയ്ക്കൊപ്പം ടെഹ്റാനിൽ 1000 കല്ലറകൾ ഉയരുന്നു. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ഒരാഴ്ച നീളുന്ന സംസ്കാര ചടങ്ങുകൾക്കിടെ 1500 പേർ മുതൽ 3000 പേർ വരെ മരിച്ചേക്കാമെന്ന് ഇറാന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അത് തന്നെയാണോ സത്യം? അതോ അമേരിക്കയും ഇസ്രയേലിനെയും ഭയന്നാണോ ഈ മുൻകരുതൽ എന്ന വിലയിരുത്തലും തള്ളിക്കളയാനാകില്ല. അതേസമയം ഇറാൻ ഭരണകൂടം ഒന്നടങ്കം ഖമനയുടെ വിലാപയാത്രയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് എന്നും അവരെ ഒന്നിച്ച് ലക്ഷ്യമിടുന്നത് എളുപ്പമാണ് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. വിലാപയാത്രയ്ക്കിടെ 3000-ഓളം പേർ തിക്കിലും തിരക്കിലും മറ്റ് അത്യാഹിതങ്ങളിലും പെട്ട് മരിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണുകയാണ് ഇറാൻ. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി ജർമ്മൻ മാധ്യമമായ ഡൈ വെൽറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാനിയൻ റെഡ് ക്രസന്റും നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് ഓർഗനൈസേഷനും ഇറാൻ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റീസ ആരിഫിന് എഴുതിയ കത്തിനെ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഈ റിപ്പോർട്ട്. ഇതിനായി ടെഹ്റാനിലെ ബഖ്ഷത്തെ സഹ്റ സെമിത്തേരിയിൽ 1000-ഓളം പുതിയ കല്ലറകൾ ഒരുക്കിയിട്ടുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു. മരണം, ആളുകളെ കാണാതാകൽ തുടങ്ങിയ കൈകാര്യം ചെയ്യാൻ പ്രത്യേക യൂണിറ്റിനും അധികൃതർ രൂപം നൽകിയിട്ടുണ്ട്. 3000 മൃതദേഹങ്ങൾ വരെ സംസ്കരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് ടെഹ്റാൻ മുനിസിപ്പാലിറ്റി അധികൃതരും പറയുന്നു. ഇത്രയും വലിയ ജനക്കൂട്ടവും ഇത്രയും കടുത്ത ചൂടുമുള്ളപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാകില്ല. ഡൈവെൽറ്റിന്റെ അഭിപ്രായത്തിൽ ടെഹ്റാനിലുടനീളം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും വിലാപയാത്രക്കാരെ കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് ബസ്സുകൾ വിന്യസിക്കാനും ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകുന്നതിന് താൽക്കാലിക അടുക്കളകൾ സ്ഥാപിക്കാനും സ്കൂളുകളും പള്ളികളും സന്ദർശകർക്കുള്ള താമസ സ്ഥലങ്ങളാക്കി മാറ്റാനും അധികൃതർ പദ്ധതിയിടുന്നു. 4 ദശകത്തോളം ഇറാൻ ഭരിച്ച മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് അന്ത്യാഭിവാദം അർപ്പിക്കാൻ ടെഹ്റാനിലേക്ക് വൻ ജനപ്രവാഹമാണ് എത്തുന്നത്. കറുപ്പൻ ഇറാൻ പതാക പുതച്ചെത്തിയ 10,000 ഖമനയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് വിലപിക്കുന്നു. എന്നാൽ വിലാപയാത്ര തുടരുന്നതിനിടെ പ്രകോപനപരമായ പ്രസ്താവനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്കായി ഒത്തുകൂടി ഇറാന്റെ അവശേഷിക്കുന്ന മുഴുവൻ ഭരണ നേതൃത്വത്തെയും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. രാജ്യാന്തര മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ വിവാദ പരാമർശം നടത്തിയത്. എന്നാൽ ചർച്ചകൾ നടത്താൻ ഇറാനിൽ പിന്നീട് ആരും അവശേഷിക്കില്ല എന്നതിനാൽ താൻ അതിന് മുതിരുന്നില്ല എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. അവരെല്ലാം അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്, ഒറ്റവെടി, നമുക്ക് അവരെല്ലാം അവിടുന്ന് പുറത്താക്കാം, പക്ഷെ ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ചെയ്താൽ പിന്നീട് ഞങ്ങൾക്ക് ചർച്ചകൾ നടത്താൻ ആരുമുണ്ടാകില്ല. അവർ ഇപ്പോൾ ഒരു കരാറിലെത്താൻ വേണ്ടി യാചിക്കുകയാണ്. ഖമനയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ചർച്ചകളിൽ നിന്ന് ഒരാഴ്ചത്തെ അവധിയെടുക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ പരസ്പരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നാണ് US പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. വിലാപസമുദ്രമായി ടെഹ്റാൻ വെള്ളിയാഴ്ച മാറി. ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ലയുടെ അകത്തളത്തിൽ ഇന്ത്യ അടക്കം വിവിധ ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളും രാഷ്ട്ര നേതാക്കളും ഖമനയ്ക്ക് ആദരം അർപ്പിച്ചു. ജനങ്ങൾക്കായി കഴിഞ്ഞ ദിവസമാണ് ദർശനം ആരംഭിച്ചത്. ഇതിനായി ഖമനയുടെയും 4 കുടുംബാംഗങ്ങളുടെയും ഭൗതിക ശരീരമടങ്ങിയ സ്ഫടിക പേടകങ്ങൾ പള്ളിക്ക് പുറത്ത് തുറന്ന വേദിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രക്തസാക്ഷികൾക്കായി ഷിയ ആചാരപ്രകാരമുള്ള വിലാപങ്ങളോടെയാണ് നട്ടുച്ചവയിലും സ്ത്രീകളടക്കം ജനക്കൂട്ടം ടെഹ്റാനിലെ വലിയ പള്ളിയുടെ വിശാലമായ വളപ്പിലെത്തുന്നത്. ഈ പള്ളിമുറ്റത്താണ് വർഷം തോറും ഖമനയുടെ മുഹറം പ്രഭാഷണം നടന്നിരുന്നത്. ഷിയ സമൂഹത്തിന്റെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖമനയി. ഫെബ്രുവരി 28-ന് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനയുടെ 14 മാസം പ്രായമുള്ള പേരക്കുട്ടി സഹ്റ അടക്കം 4 കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. യുദ്ധകാലത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ് ഖബറടക്കം നീണ്ടുപോയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ ടെഹ്റാനിൽ പൊതുദർശനം തുടർന്നു. ഇന്ന് ടെഹ്റാനിൽ നിന്ന് വിലാപയാത്രയോടെ ഷിയ മതപഠന കേന്ദ്രമായ ഖൂമിലേക്ക് കൊണ്ടുപോകും. ബുധനാഴ്ച ഷിയ പുണ്യസ്ഥലങ്ങളായ ഇറാഖിലെ നജഫിലും കർബലയിലും എത്തിക്കും. വ്യാഴാഴ്ച ഖമനയുടെ ജന്മദേശമായ മഷ്ഹദിലാണ് ഖബറടക്കം.